പ്രണയം നടിച്ചുള്ള വിവാഹ വഞ്ചനയെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങളതിനെ വിളിക്കുന്നത് ലവ് ജിഹാദ് എന്നാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ലേഖകളിൽ അത് ലവ് ജിഹാദ് അല്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലവ് ജിഹാദ് അല്ല എന്ന് ഈ സർക്കാർ ഭരിക്കുന്ന ഒരു പോലീസ് അത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കൃത്യമായ സമ്മർദ്ദങ്ങളുണ്ട്. ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ സർക്കാർ വലിയ രീതിയിലാണ് ശ്രമിക്കുന്നത്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട്. എന്നെ മതം മാറ്റാൻ അവർ മുറിയിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴിയുണ്ട്. എന്നെ മുറിയിൽ കൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. എവിടെയാണ് പൂട്ടിയിട്ടത്? പാനായിക്കുളത്താണ് പൂട്ടിയിട്ടത്. പാനായിക്കുളത്തിൻ്റെ ചരിത്രം നമുക്കെല്ലാം അറിയാം. ആ ചെറുപ്പക്കാരൻ്റെ അപ്പനും അമ്മയും മാത്രമല്ല മറ്റ് ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ വല്ല അന്വേഷണം നടന്നോ? അതിൽ പുനരന്വേഷണം BJP ആവശ്യപ്പെടുകയാണ്. ആ വിഷയത്തിൽ നീതിപൂർവമായ ആ പെൺകുട്ടിയുടെ നീതി കിട്ടേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ നടന്നിട്ടില്ല. ആ വിഷയത്തിൽ പുനരന്വേഷണം BJP ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ആ കുടുംബം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ അവർക്കെല്ലാ നിയമസഹായവും BJP നൽകും. അവരുടെ കുടുംബം അന്ന് CBI അന്വേഷണമായിരുന്നു ആവശ്യപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് ലവ് ജിഹാദ് ഉണ്ടായിട്ടില്ല, ലവ് ജിഹാദിന്റെ പേരിലല്ല ആ കുട്ടിക്ക് ജീവൻ നഷ്ടമായെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ വിഷയത്തിൽ NIA ഉൾപ്പെടെയുള്ള അന്വേഷണം ആവശ്യമാണ്. പക്ഷേ NIAയുടെ അന്വേഷണത്തിലേക്ക് വേണ്ട കണ്ടന്റുകളോ മൊഴികളോ ഒന്നും ഈ നിമിഷം വരെയും പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ NIAക്ക് കേസ് റെഫർ ചെയ്യാനോ തയ്യാറായിട്ടില്ല. വളരെ ഗുരുതരമായ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് മുഖന്തിരിക്കുന്നത്. ഒന്നും വേണ്ട, ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തിറക്കി ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂൾ പള്ളുരുത്തി അവരുടെ കത്ത് നിങ്ങളുടെ എല്ലാം കയ്യിൽ കിട്ടിക്കാണും. എന്താ പ്രശ്നം? അവിടെ സ്കൂളിന് ചേരാത്ത വസ്ത്രധാരണം, സ്കൂളിൻ്റെ യൂണിഫോം അല്ലാത്ത വസ്ത്രധാരണം പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ സ്കൂളിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. വലിയ ഭീഷണിയുടെ പുറത്ത് അവിടെ ആ സ്കൂൾ 2 ദിവസത്തേന് അടച്ചിടാൻ ഇവിടെ ആ സ്കൂളിൻ്റെ നോട്ടീസാണിത്. ഇത് കേരളമല്ലേ? ഇതെന്തായി നടക്കുന്നത്? ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല, ഇത് കേരള സ്റ്റേറ്റാണ്. ഇവിടെയാണ് ഈ പോക്കിർത്തരങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇവിടെ ശരീഅത്ത് നിയമമല്ല, ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയത്തില്ലേ? ഇത് എന്ത് മോശമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇതിനെല്ലാം വളം വെച്ചു. ഈ മുനമ്പം വിഷയം ഇതിൻ്റെ ബാക്കിയല്ലേ? കോതമംഗലം വിഷയം ഇതിൻ്റെ ബാക്കിയല്ലേ? ഇപ്പോൾ ഈ പള്ളിയൂർത്തിയിലുണ്ടായ വിഷയം ഇതിൻ്റെ ബാക്കിയല്ലേ? ഇതിനെല്ലാം 10 വോട്ട് നോക്കി കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ നാടിനെ മറ്റൊരു ബംഗ്ലാദേശാക്കി, മറ്റൊരു നേപ്പാളൊക്കെ ആക്കി മാറ്റും. അന്ന് മുഖ്യമന്ത്രി വിചാരിച്ചാലും അദ്ദേഹത്തിന് CPM വിചാരിച്ചാലും ഇതിനെ പിടിച്ചു നിർക്കാൻ കഴിയില്ല. ഈ നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം നടക്കുന്നു. അതിനെക്കുറിച്ച് മിണ്ടാൻ കോൺഗ്രസും CPM തയ്യാറല്ല. അതിനുള്ള BJPയുടെ പ്രതിഷേധം അറിയിക്കുന്നു. NIA അന്വേഷണം ആണ് ആ കുട്ടികളുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത്. പക്ഷേ പോലീസിൻ്റെ നിങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അത് മൂടിവെക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള പ്രവണതകളുണ്ട് എന്ന് മൂടിവെക്കാൻ വേണ്ടി മതപരിവർത്തനമുണ്ട്, അതിനെതിരെയാണ്, അല്ലെങ്കിൽ അതാണ് ആ കുട്ടിയുടെ ആത്മഹത്യ കാരണമെന്ന് മൂടി വെച്ചുകൊണ്ടല്ലേ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. പുനരന്വേഷണം ആവശ്യപ്പെടണം. അത് കുടുംബമാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കണം. അങ്ങനെ അവരെന്താവശ്യപ്പെട്ടാലും സ്വാഭാവികമായും അതിന് പുനരന്വേഷണവും ഏതെങ്കിലും വലിയ ഏജൻസികളുടെ അന്വേഷണവും കുടുംബം ആവശ്യപ്പെട്ടാൽ BJP അവർക്കുള്ള എല്ലാ സഹായങ്ങളും നൽകും.